എല്ലാ വർഷവും ഓഡിറ്റ് നടക്കുന്നതാണ്. അതെന്താണെന്നറിയില്ല, അത് അന്വേഷണം നടക്കട്ടെ. ഇതിന് ശേഷം പരിശോധന നടന്നിരുന്നു ഡോക്ടറുടെ ഈ പരാതികൾക്ക് ശേഷം ഇപ്പോൾ ഡോക്ടർ പത്മകുമാറിന്റെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം നടന്നിരുന്നു. അതിനകത്താണോ ഇത് കണ്ടെത്തിയെന്ന് പറയുന്നത്? അപ്പം അങ്ങനെ പരിശോധന ഒന്നും അടുത്ത കാലത്തൊന്നും നടന്നിട്ടില്ല. ഇതിപ്പോ എല്ലാ വർഷവും ഓഡിറ്റ് ഉണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞിരുന്നത്. ഈ ഓഡിറ്റ് നടത്തുന്നതിന് പുറമെ ഇങ്ങനെ അന്വേഷണം വരുമ്പോൾ എന്തൊക്കെയോ എവിടെയൊക്കെയോ ഒരു മിസ്സിംഗ് ഉണ്ട് എന്നുള്ളതല്ലേ പൊതുസമൂഹത്തിൽ ഉണ്ടാകുന്നൊരു സംശയം? അല്ല, അതറിയില്ല. അതെന്തായാലും അന്വേഷണം നടക്കട്ടെ. ഡോക്ടർക്ക് പ്രത്യേകമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? പ്രത്യേകിച്ച് എന്തെങ്കിലും അന്വേഷിക്കണമെന്നുള്ളത്? അല്ല, ഇന്നും നാളെ അവധിയിലാണ്. ഞാനിപ്പോൾ 2 ദിവസം ലീവ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് ഞാൻ തിങ്കളാഴ്ച മുതലേ ഇനിയും ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടാവുള്ളൂ. ഇന്നിപ്പോൾ ഞാൻ രാവിലെ പോയി ഇന്നലെ ഓപ്പറേഷൻ ചെയ്ത രോഗികളെ നോക്കിയിട്ട് ഞാൻ തിരിച്ചു പോകും. ഇന്ന് അവധിയിലാണ്. അപ്പം തിങ്കളാഴ്ച മുതലേ ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിൽ പോകത്തുള്ളൂ. അപ്പോൾ അതുപോലെ അന്ന് എൻ്റെ അന്വേഷണം എന്താണെന്നുള്ളത് തിങ്കളാഴ്ച മുതലുള്ള അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. ഡോക്ടർ ഇല്ലാതെ അന്വേഷണം നടത്തിയാൽ അത് വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് യൂറോളജി വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കാനാണ് ആരോഗ്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി DMEക്ക് കത്ത് കൊടുത്തിരിക്കുന്നത്. ഡോക്ടറിന്റെ ഒരു സാന്നിധ്യം വേണ്ടതല്ലേ? അവർ തിങ്കളാഴ്ച മുതൽ അന്വേഷിച്ചോട്ടെ. തിങ്കളാഴ്ച എനിക്ക് അവധി എടുക്കാമല്ലോ. ഇന്നും നാളെ അവധിയിലാണ്. തിങ്കളാഴ്ച മുതൽ താങ്കൾ സഹകരിക്കും. ഡോക്ടർ, ഞാൻ നേരത്തെ ചോദിച്ചത്, ഡോക്ടർ പത്മകുമാർ ഇത് കണ്ടെത്തി എന്ന് പറയുന്നത് അവിടെ ഫിസിക്കൽ പ്രസൻസ് ഇല്ലാതെ എങ്ങനെയാണ് കണ്ടെത്തുക? പത്മകുമാർ ഇത് ഇപ്പോൾ ഈ ഉപകരണം കണ്ടെത്തിയില്ല എന്ന് പറയുന്നത് ഉപകരണം ഇല്ല എന്ന് കണ്ടെത്തിയത് പിന്നെ എങ്ങനെയാണെന്നാണ് കരുതുന്നത്? അല്ല, ആരാ പത്മകുമാർ? ആരാണ്? ഒരു ആദ്യം നടത്തിയ അന്വേഷണം രക്തസമിതിയുടെ ഒരു അന്വേഷണം ഉണ്ടായിരുന്നു. അന്വേഷണ സമിതി അവരതിനെപ്പറ്റി എങ്ങനെ അന്വേഷിച്ചു എന്ന് എനിക്കറിയില്ല. അവർ കാരണം ഇത് ഓപ്പറേഷൻ തിയേറ്ററിനകത്തുള്ള സാധനങ്ങൾ. അത് മോഴ്സിലേറ്റർ എന്ന് മാത്രമല്ല, മോഴ്സിലേറ്റർ എന്നാണ് എന്നെ പറയുന്നത്. മോഴ്സിലേറ്റർ അതിനാണ് ആവശ്യം. മോഴ്സിലേറ്ററിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് മോഴ്സിലോസ്കോപ്പ് എന്ന് പറയുന്നത്. മോഴ്സിലേറ്ററാണ് പ്രധാനപ്പെട്ട സാധനം. അതിനാണ് വിലയുള്ളത്. അതിനാണ് ഈ 12 ലക്ഷം രൂപയുള്ളത്. മോഴ്സിലോസ്കോപ്പിന് ചെറിയ വിലയുള്ള സാധനമാണ്. അത് 2 ലക്ഷത്തിന് താഴെയുള്ള ചെറിയ സാധനമാണ്. മോഴ്സിലേറ്ററാണ് പ്രധാനപ്പെട്ട ഭാഗം. അതാണ് 14 ലക്ഷം രൂപയുടെ പ്രധാനപ്പെട്ട മെഷീൻ. അത് ഈ പറഞ്ഞതുപോലെ അത് ഇപ്പോൾ തൽക്കാലം അത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് ഔട്ട്ഡേറ്റഡ് ആണെന്നല്ല, അതിനെപ്പറ്റി പരിചയമുള്ള ഡോക്ടർമാർ ഇപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലില്ല. അത് വെച്ച് ആദ്യം ചെയ്ത കേസ് തന്നെ അത് വളരെ കോംപ്ലിക്കേഷനായി പേഷ്യൻ്റ് ഏതാണ്ട് മരണത്തിനടുത്തെത്തിയ ഒരു പേഷ്യൻ്റാണ്. അപ്പോൾ അത് അന്ന് ഇത് ഞാൻ ഇരിക്കുന്നതിന് മുമ്പേ, ഞാൻ ചാർജ് എടുക്കുന്നതിന് മുമ്പേ പഴയ ഡോക്ടറാണ് അത് വരുത്തിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് അതിന് പരിചയമുണ്ടെന്നുള്ള ഇതിലാണ് അത് വരുത്തിച്ചത്. എന്നിട്ട് അത് അദ്ദേഹം ബാംഗ്ലൂരിൽ നിന്നുള്ള അതിൻ്റെ ഒരു വിദഗ്ധനായിട്ട് ചേർന്ന് ഇവിടെ ഒരു പേഷ്യൻറ്റിനെ ഓപ്പറേഷൻ ചെയ്തു. ആ ഓപ്പറേഷൻ ചെയ്ത് അത് വളരെ ശരിയായ ഭയങ്കരമായ കോംപ്ലിക്കേഷനിലെത്തി. അത് രാവിലെ 8 മണിക്ക് തുടങ്ങി ഓപ്പറേഷൻ തീർന്നത് വൈകുന്നേരം 8 മണിക്ക് എന്തോ ആണ്. അത് ആദ്യം ചെയ്തു. പിന്നെ അത് രണ്ടാമത് ഓപ്പറേഷൻ രണ്ടാമത് തുറന്നു, മൂന്നാമത് തുറന്നു. അങ്ങനെ പിന്നെ പേഷ്യൻ്റ് അവരുടെ ഭാഗത്തു നിന്ന് പരാതികളൊക്കെ വരികയും ചെയ്തിരുന്നതാണ്. പിന്നെ എന്തോ ഒരു ഭാഗ്യത്തിന് ആ രോഗി രക്ഷപ്പെട്ടു പോയതാണ്. അപ്പോൾ പിന്നെ അതുകൊണ്ട് തന്നെ പിന്നീട് നമുക്ക് ആ ഉപകരണം വെച്ച് ചെയ്യാനുള്ള ക്വാളിഫിക്കേഷനോ അതിൻ്റേതായിട്ടുള്ള പരിചയം ഇല്ലാത്തത് കൊണ്ട് അത് ഉപയോഗിക്കാറില്ല. അത് ചെയ്യുന്ന പറഞ്ഞാൽ ഈ പ്രോസ്റ്റേറ്റ് എന്ന് പറഞ്ഞ ചെറിയ രോഗത്തിനുള്ളത്. അത് നമുക്ക് സാധാരണ ദിവസവും ചെയ്യുന്ന അരമണിക്കൂർ ചെയ്യുന്ന TRP എന്ന് പറഞ്ഞ ഓപ്പറേഷൻ ചെയ്യുന്ന ആ ടെക്നിക്കാണ്. അതിന് വേണ്ടിയിട്ടാണ് ലേസർ ഉപയോഗിച്ച് ചെയ്യുന്ന ഈ പുതിയ ടെക്നോളജി. അതിന് ശരിക്കും പറഞ്ഞാൽ അതിന് ചെയ്യാനുള്ള ആവശ്യവും ഇല്ല, നമുക്കത് ചെയ്യാനുള്ള സമയവും കിട്ടത്തില്ല. അത് തീരാൻ തന്നെ സമയം ഒരുപാട് എടുക്കും. പിന്നെ നമുക്ക് പരിചയമില്ലാത്തത് വെറുതെ ചെയ്ത രോഗിയൊക്കെ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അത് മാറ്റി വെച്ചിരിക്കുകയാണ്. കാണാതായതല്ല, അത് മാറ്റി വെച്ചിരിക്കുകയാണ്. അത് അന്വേഷണ കമ്മീഷൻ അന്ന് നമ്മൾ പറഞ്ഞിരുന്നത് അത് മാറ്റി വെച്ചിരിക്കുകയാണ്. അത് ഉപയോഗിക്കുന്നില്ല. നമുക്ക് പരിചയമുള്ളതല്ല. ഞങ്ങൾക്ക് 6 ഡോക്ടർമാരുണ്ട്. 6 ഡോക്ടർമാർക്ക് ആർക്കും ഇത് വെച്ച് ഓപ്പറേഷൻ ചെയ്തുള്ള പരിചയമില്ല. അങ്ങനെ പരിചയമില്ലാത്തൊരു ഉപകരണം വെച്ച് ഓപ്പറേഷൻ ചെയ്ത് രോഗികൾക്ക് എന്തിനാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? പ്രോസ്റ്റേറ്റിനുള്ള ഓപ്പറേഷൻ ഡെയിലി 2-3 വെച്ച് നമ്മളല്ലാതെ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഓപ്പറേഷൻ ചെയ്ത് വെറുതെ പരിചയമില്ലാത്തൊരു ഉപകരണം വെച്ച് നമ്മൾ ചെയ്ത് അത് പ്രശ്നങ്ങളാക്കണ്ട. പിന്നെ ഉപകരണം മാറ്റി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നമുക്ക് നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ അംഗീകാരത്തിനൊക്കെ ഇങ്ങനെയുള്ള ഉപകരണങ്ങളൊക്കെ വേണം. എന്തോ അത് അവിടെ തന്നെ ഇരിക്കുകയാണ്, ഓപ്പറേഷൻ തിയേറ്ററിലുണ്ട്. അത് പരിചയമില്ലാത്തതുകൊണ്ടാണ് അത് വെച്ച് ഉപയോഗിക്കുക. അത് മാത്രമാണ് നമുക്ക് ഉപയോഗത്തിൽ ഇല്ലാത്ത ഒരു സാധനം. നമ്മളത് അത് ഉപയോഗിക്കുന്നില്ല. അത് മാറ്റി വെച്ചിരിക്കുകയാണ്. അതിനെ
നമ്മൾ പറഞ്ഞിരിക്കുന്നത് ആരെങ്കിലും ഏതെങ്കിലും ഡോക്ടർമാർ അതിന് പോയി അതിന് വേറെ ഏതെങ്കിലും സെൻറ്ററിൽ പോയി അത് ചെയ്ത് കുറച്ച് 1 മാസമെങ്കിലും ട്രെയിനിങ് എടുത്തിട്ട് വന്നാൽ നമുക്കത് ചെയ്തു തുടങ്ങാമെന്നാണ് ഞാൻ കൂടുതലുള്ള ഡോക്ടർമാരോട് പറഞ്ഞിരുന്നത്. പക്ഷെ അങ്ങനെ ഒരു മാസത്തേക്ക് ഒരു ഡോക്ടറെ പറഞ്ഞു വിടാനുള്ള ഇപ്പോഴത്തെ നമുക്ക് മാൻ പവർ ഇല്ല. അതെ അതെ ഇങ്ങനെ ഒരു റിപ്പോർട്ടിലുണ്ട് എന്ന് പറയപ്പെടുന്നു, മന്ത്രി പറയുന്നു. അതിനൊക്കെ മുൻപ് ഈ ഉപകരണം ഉണ്ടോ ഇല്ലോ എന്ന് താങ്കളോട് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഉപകരണം ഉണ്ടോന്നല്ല, ഇത് ഉപകരണത്തിന്റെ ഫോട്ടോ പല പ്രാവശ്യം ഇത് MP ഫണ്ടിൽ നിന്ന് വാങ്ങിച്ചതുകൊണ്ട് പല പ്രാവശ്യം ഈ ഫോട്ടോ എടുത്ത് അയക്കേണ്ടി വന്നിട്ടുണ്ട്. കളക്ടറേറ്റിലേക്ക് പല പ്രാവശ്യം അയച്ചിട്ടുണ്ട്. കളക്ടറേറ്റിൽ തന്നെ ഉദ്യോഗസ്ഥർ വന്ന് അതിന്റെ ഫോട്ടോ എടുത്തുകൊണ്ട് പോവുകയും ചെയ്തതാണ്. ഏതെങ്കിലും ഉപകരണം അടുത്തിടെ അസ്വാഭാവികമായി കേടായിട്ടുണ്ടോ? അസ്വാഭാവികമായിട്ടൊന്നും കേടായിട്ടൊന്നുമില്ല. സ്വാഭാവികമായിട്ട് ഉപകരണങ്ങൾ കേടാവും. ഉപകരണങ്ങൾ അടിക്കടി കേടാവുന്നതാറുണ്ട്. അത് നമ്മൾ ഉപയോഗിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഡോക്ടർമാരുണ്ട്. ഞങ്ങൾ 6 ഡോക്ടർമാരുണ്ട്, കൂടാതെ 18 റെസിഡൻറ്റ് ഡോക്ടർമാരുണ്ട്. അവർക്കെല്ലാം ട്രെയിനിങ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഡ്രൈവിംഗ് സ്കൂളിലെ വണ്ടി പോലെയാണ്, അത് എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. ഫസ്റ്റ് ഇയർ റെസിഡൻറ്റ് മുതലേ നമ്മളത് ഉപയോഗിക്കാനുള്ള പരിശീലനം കൊടുക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് അത് ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് കേടുപാടുകൾ വരും. നമ്മളിപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഒരു സിംഗിൾ ഡോക്ടർ ഉപയോഗിക്കുന്ന അത്രയും ഒരു ലൈഫ് ഒരിക്കലും നമുക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒരു ടീച്ചിങ് ഹോസ്പിറ്റലിൽ കിട്ടില്ല. മാൻ പവർ ഷോർട്ടേജ് വലുതായിട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നമുക്ക് 2 വേക്കൻസി ഫില്ലാവാനുണ്ട്. അതിനകത്ത് ഇനിയും ഒരു ഡോക്ടർ അങ്ങോട്ട് ട്രാൻസ്ഫർ ആകാനുള്ള ട്രാൻസ്ഫർ ഓർഡർ ആയിരിക്കുകയാണ്. അദ്ദേഹത്തിനെ നമ്മൾ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. പുതിയ ഡോക്ടർ വരുന്നതുവരെ അദ്ദേഹം പോകരുത്. എൻ്റെ അഭ്യർത്ഥനയെ മാനിച്ചാണ് അദ്ദേഹം നിൽക്കുന്നത്. അന്വേഷണം നടത്തി അതിൽ ഡോക്ടർക്ക് ഡോക്ടർ കാരണം പണിക്കൽ നോട്ടീസ് നൽകുന്ന ഘട്ടത്തിലാണ് മറ്റൊരു കാര്യം കൂടി വരുന്നത്. അതിനും താങ്കൾ ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ പറയുകയാണ്. അതായത് കൂടുതൽ കുരുക്കിലേക്ക് താങ്കളെ എത്തിക്കുകയാണെന്ന് സംശയിക്കുന്നുണ്ടോ? ഇല്ല, അങ്ങനൊന്നുമില്ല. നമ്മളത് ഇന്നലെ അതിനെപ്പറ്റി ചർച്ച ചെയ്തതാണ്. ഇന്നലെ തന്നെ അതിനെപ്പറ്റി കൂടുതൽ ഈ പ്രശ്നങ്ങളിലേക്കൊന്നും പോവില്ല എന്നാണ് ഉറപ്പ് തന്നതാണ്. ഇനി തിങ്കളാഴ്ച പോകുമ്പോഴേ നമ്മൾ ഇനി അന്വേഷണങ്ങളായിട്ടൊക്കെ സഹകരിക്കത്തും. തിങ്കളാഴ്ച പോകുന്നുള്ളൂ. ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. അദ്ദേഹം ഈ ഉപകരണങ്ങൾ കാണാതായ സംഭവത്തിലേക്കടക്കം അദ്ദേഹം മാധ്യമങ്ങളോട് ഇന്നും വിശദീകരണമൊക്കെ നൽകുകയായിരുന്നു. അത് കേടായ ഒരു ഉപകരണം മാറ്റിവെച്ചതാണ്, അത് ഈ വന്ന സമിതിയെ അറിയിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്നാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞത്. അദ്ദേഹത്തിനെതിരായ അന്വേഷണം നടക്കുന്നുണ്ട്.